ബിസ്ക്കറ്റും മുട്ടയും വെച്ചൊരു കിഡിലൻ ഐറ്റം. ഇതുകൊണ്ട് ഇങ്ങനൊരു ഐറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോവും. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട് ഗുഡ് ഡേയുടെ ഒരു 10 ബിസ്ക്കറ്റാണ് നമ്മുടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ എൻ്റെ ഗുഡ് ഡേ ഉള്ളതുകൊണ്ട് ഞാൻ ഗുഡ് ഡേ ആണ് എടുത്തിരിക്കുന്നത്. അതിന് കൂടെ തന്നെ ഒരു 4 സാൾട്ട് ബിസ്ക്കറ്റാണിത്. അതിൽ ഉപ്പുള്ള ബിസ്ക്കറ്റ് തന്നെയാണ്. 4 സാൾട്ട് ബിസ്ക്കറ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ പ്രധാന ഐറ്റമായ ഒരു മുട്ടയാണ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 4 പേരുടെ അളവിനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. അവസാനമായിട്ട് ഒരു ഗ്ലാസ് പാല്, തിളപ്പിച്ച പാലൊന്നുമല്ല, സാധാരണ ഉള്ള പാൽ തന്നെയാണ്. തിളപ്പിച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു അളവിലാണ് നമുക്കിത് അരഞ്ഞ് കിട്ടേണ്ടത്. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, ഈ ഒരു ടൈറ്റിൽ കിട്ടണം. അഥവാ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടി ബിസ്ക്കറ്റ് ചേർത്തി കഴിഞ്ഞാൽ അത് ടൈറ്റായി കിട്ടുന്നതിന്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇതിലേക്കൊന്ന് തടവി കൊടുക്കാം. നെയ്യ് തന്നെ വേണമെന്നില്ല, സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒന്ന് ആയാൽ മതി. ഇതിനടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സൺഫ്ലവർ ഓയിലായാലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബൂസ്റ്റാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. ബൂസ്റ്റ് തന്നെ വേണമെന്നില്ല, അതിന് പകരമായിട്ട് ചോക്ലേറ്റ് ചേർത്താലും മതിയാവും. ഇപ്പോൾ ഇവിടെ ബൂസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സിങ് നമുക്ക് ഇതിനകത്ത് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡിലൂടെ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സാവും. വളരെ ടേസ്റ്റുള്ളൊരു സാധനമാണ് ഇത്. നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണിത്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി അതിലേക്ക് വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിന് നടുവിലാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ റിങ്ങൊന്ന് വെച്ച് കൊടുക്കാം, നമ്മുടെ ഈ പ്ലേറ്റ് അതിലേക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് മെല്ലെ നമ്മുടെ പ്ലേറ്റ് അതിനകത്തോട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 15, മാക്സിമം പോയ ഒരു 20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു പ്ലേറ്റ് വെച്ച് ഒന്ന് അടച്ച് വെക്കണം. ഇനി നമുക്കിതൊന്ന് പാനൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് ബോയിലാക്കി എടുക്കാം. അപ്പോൾ അതുവരെ 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പുഡിങ് വളരെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള പുഡിങ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനലിലെ കൊച്ചു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഒന്ന് അറിയിക്കുക കൂടി ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, സീ യു.